പുരോഗമനപരമായ ചില കാഴ്ചപ്പാടുകളുമായി പുതുയുഗയാത്രയുമായി വി.ഡി. സതീശൻ വരുന്നുണ്ട്. കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പുതുയുഗയാത്രയുമായി എങ്ങനെ കാണുന്നു ഈ പുതുയുഗയാത്രയും ഈ LDF സർക്കാർ നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ? അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാർഷിക മേഖലയിൽ മുരടിപ്പാണ്, തൊഴിലില്ലായ്മ 42%. കേരളത്തിൻ്റെ നികുതി മൊത്തവും ലോട്ടറിയിലൂടെയും അതോടൊപ്പം തന്നെ മദ്യ വിൽപ്പനയിലൂടെയുമാണ്. അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പഴയ കാര്യങ്ങൾ തന്നെയാണ്. കനകയിൽ പുതിയതൊന്നും പഠിപ്പിച്ചില്ലെന്ന് തോന്നുന്നു ശ്രീ റോണി കെ ബേബിയെ. ചന്ദ്രൻ, സിജുയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം, കേരളം എന്ന നമ്മുടെ സംസ്ഥാനം വളരുകയാണ് എന്നുള്ളത് ഓരോ ഘട്ടങ്ങളിലൂടെയും നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. അതിൻ്റെ അകത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് അവർക്ക് പറയാം, അത് പറഞ്ഞോട്ടെ, അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ LDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ യാതൊരു വികസനവുമില്ല എന്നാണ് പ്രൊഫസറുടെ വാദമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ക്ഷേമപ്രവർത്തനം, രണ്ട് വികസന പ്രവർത്തനം. ക്ഷേമപ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ക്ഷേമ പെൻഷനുകളാണ് അതിൽ വരിക. പ്രൊഫസർ റോണി കെ ബേബി, ഒരു മാസം, അതാണല്ലോ ശരിയായ കണക്ക് വരേണ്ടത്, 2016 മുതൽ 2026 ഈ സമയം വരെ, നമ്മൾ സംസാരിക്കുന്ന സമയം വരെ, ഇപ്പോൾ പെൻഷൻ്റെ തുക 2000 മാറി എന്നുള്ളത് ഞാൻ മാറ്റി വെക്കുന്നു, 1600 തന്നെ അടിസ്ഥാന ഗണനയിൽ വെക്കുന്നു. ഒരു മാസം 900 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് 2016 മുതൽ. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 10800 കോടി രൂപ ചെലവഴിക്കുകയാണ് ക്ഷേമ പെൻഷൻ മാത്രമായിട്ട്. ഈ ക്ഷേമ പെൻഷൻ എത്തുന്നത് എങ്ങോട്ടാണ്? താങ്കൾ പോലും സമ്മതിക്കുമല്ലോ, സാധാരണക്കാരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്നുള്ളത്. താഴ്ന്ന ഇടത്തരക്കാരോ അല്ലെങ്കിൽ മധ്യവർഗക്കാരോ അല്ലെങ്കിൽ ഉയർന്ന ഇടത്തരക്കാരോ ആയിട്ടുള്ള ആളുകളിലല്ലല്ലോ ക്ഷേമ പെൻഷൻ എത്തുക. അത് വളരെ സാധാരണക്കാരായ മനുഷ്യരിലെത്തുന്ന ആ പണം അവരാരും കൊണ്ടുപോയി ബാങ്കിലിട്ട് നിക്ഷേപം കൂട്ടാൻ പോകും എന്നും താങ്കൾ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്? പണം ഇത്രയും കൊടുക്കുന്നു, ഒരു മാസം 10900 കോടി വെച്ച് ഒരു വർഷം 10800 കോടി രൂപ ഉണ്ട്. അപ്പോൾ ഈ 900 കോടി രൂപ സാധാരണഗതിയിൽ നിരന്തരമായി പോകുന്നത് 12 മാസവും അത് പോകുന്നത് ഈ നമ്മുടെ മാർക്കറ്റിലേക്കാണ്, പൊതുവിപണിയിലേക്കാണ്. അത് സാധാരണ മീൻ വിൽപ്പനക്കാരനോ ചായക്കടക്കാരനോ മരുന്ന് വാങ്ങാനോ ഒക്കെ ആയിട്ടാണ് ഈ പാവപ്പെട്ടവനത് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. സർക്കാർ കൊടുക്കുന്ന പണം, ഈ 900 കോടി രൂപ ഓരോ മാസവും സമൂഹത്തിലേക്ക് തിരികെ വിതരണം ചെയ്യപ്പെടുകയാണെന്നുള്ളതാണ് അതിൻ്റെ വലിയ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ സമ്പദ്ഘടന, കുറച്ചുകൂടി ഉയർത്തി പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ തന്നെ ഒരു സ്തംഭനാവസ്ഥയിലാകാതിരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു വർഷം 10800 കോടി രൂപയെന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ട് 1,80,000 കോടി രൂപയാണ് കേരള സമൂഹത്തിൽ ഈ LDF സർക്കാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 2 മന്ത്രിസഭാ കാലാവധിയിൽ ഇതുവരെ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഈ പണം മുഴുവനും സാധാരണക്കാരൻ തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ കയ്യിൽ കിട്ടുന്ന 1600 രൂപ ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെയിലും ഇടത്തരം കച്ചവടക്കാരൻ്റെയിലും ഒക്കെ അവരുടെ വിഹിതമായി എത്തുകയാണ് പല ആവശ്യങ്ങളുടെ പേരിൽ. അങ്ങനെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു കാലയളവുണ്ട് ഈ 10 വർഷം. അത് ഒരു ഭാഗത്ത്. അപ്പോൾ പല പണ്ഡിതന്മാർ അണിനിരന്നു ഇതിനെതിരെ. എന്തായിരുന്നു അവരുടെ വാദമെന്നറിയുമോ? ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം പണം ചെലവഴിക്കുന്നത് നമ്മുടെ സമ്പദ്ഘടനയെ ഗുരുതരമായി ബാധിക്കില്ലേ? അത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനെ പിറകോട്ടടിക്കില്ലേ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ വമ്പന്മാരായ വിശകലന വിദഗ്ധന്മാർ രംഗത്തിറങ്ങിയത്. അതിനാണ് ഒന്നാം തരം മറുപടി. കേരളത്തിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലാകെ ബാധകമാക്കാവുന്ന വളരെ മികച്ച മാതൃകയുടെ മറുപടി കിഫ്ബി എന്ന ബദൽ സംവിധാനത്തിലൂടെ കേരള സർക്കാർ മുമ്പോട്ട് വെച്ചത്. ഈ കിഫ്ബിയിലൂടെ ഞാൻ ചോദിക്കട്ടെ, ഈ മാറ്റി നിർത്തിക്കോളൂ താങ്കൾ
LDF MLA മാരുടെ മണ്ഡലങ്ങളെ. UDF MLA മാർ എത്ര പേരുണ്ട് ഇപ്പോൾ? എത്ര പേരുണ്ട്? 42 പേരില്ലേ ഇപ്പോൾ? ഈ 42 പേരിൽ ഒരു MLAക്കെങ്കിലും പരാതിയുണ്ടോ? എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി പ്രകാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല, എനിക്ക് തന്നിട്ടില്ല. LDF MLA മാരെ വിട്ടേക്കൂ, അത് നോക്കണ്ട. കിഫ്ബി വഴിയുള്ള വികസനം എൻ്റെ മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്ന് പരാതിപ്പെടുന്ന ഒരു UDF MLA താങ്കൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഒന്ന്. രണ്ടാമത്തേത്, 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇപ്പോൾ ബഹുഭൂരിപക്ഷവും UDFൻ്റെ കയ്യിലാണ്. നേരത്തെ LDFൻ്റെ പക്കലായിരുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾക്ക് കിഫ്ബി വഴിയുള്ള ഒരു വികസന പ്രവർത്തനവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ബ്ലോക്ക് പഞ്ചായത്തോ കേരളത്തിലുണ്ടോ? അപ്പോൾ ക്ഷേമവും വികസനവും എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാന ഘടകമാണല്ലോ ക്ഷേമവും വികസനവും. അപ്പോൾ എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളത് വാചകമടിക്കുകയല്ല, അത് പ്രവൃത്തിയിൽ കാണിച്ചു തരികയാണ് കഴിഞ്ഞ 10 വർഷമായി കേരളം കാണുന്ന അടിസ്ഥാനപരമായ മുന്നേറ്റം എന്ന് പറയുന്നത്. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗം LDFകാർക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത് പോലെ CPMകാർക്കും CPIക്കാർക്കും ബാക്കിയുള്ള ഇടതുമുന്നണി ഘടകകക്ഷികൾക്കിൽപ്പെട്ടവർക്ക് മാത്രമല്ലെന്നേ, കോൺഗ്രസ്സുകാർക്കുണ്ട്, BJPക്കാർക്കുണ്ട്, SDPIക്കാർക്കും മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ട്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വികസനത്തിൻ്റെ ആ സ്വാദ് അനുഭവിക്കാത്ത ഒരു കുടുംബങ്ങളും കേരളത്തിലെ 85 ലക്ഷം കുടുംബങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ വസ്തുത, യാഥാർത്ഥ്യം, സത്യം. ഇതിനെ എത്ര നുണകൾ കൊണ്ടാണ് മൂടി വെക്കാൻ കഴിയുക? ഇതിന് താങ്കൾ പറഞ്ഞ കണക്കൊന്നും ബാധകമേ അല്ല. ഞാൻ പറഞ്ഞ ക്ഷേമം, ഞാൻ പറഞ്ഞ വികസനം, ഈ 2 കാര്യങ്ങൾക്ക് താങ്കൾ പറഞ്ഞ ഏതെങ്കിലും ഇനത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധമുണ്ടോ പ്രൊഫസർ റോണി കെ ബേബി? ഇല്ലല്ലോ. ഇത് മുമ്പ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെ നിഷേധിച്ച് നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? നിങ്ങൾ അതിനുമേൽ ഇത് ജനങ്ങൾ ഓർമ്മിക്കരുത്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാവരുത്, ഇത് മറക്കണം എന്നുള്ള ബോധപൂർവ ഉദ്ദേശത്തോടു കൂടിയാണ് നുണകളുടെ പെരുങ്കോട്ടകൾ കെട്ടിപ്പൊക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും തത്രപ്പെടുന്നത്, ആയാസപ്പെടുന്നത്. തന്നെ ആ നുണക്കോട്ടകളെല്ലാം പൊളിഞ്ഞടുങ്ങി താഴെ വീഴുകയാണല്ലോ. അതെ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞല്ലേ, ഈ ഒരുപക്ഷെ റോണി കെ ബേബി ആ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയെന്ന്. സ്വാഭാവികമായി ഈ ചോദ്യം വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ചില കണക്കെടുപ്പുകൾ നടത്തി. അതിൽ വായിച്ചു പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയുടെ ഒരു പകുതി സമയം വേണ്ടി വരും. ഒന്നൊന്നായി വളരെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ കൂടി പറയാം. ചില വികസന പദ്ധതികൾ: വിഴിഞ്ഞം പോർട്ട്, കൊച്ചി മെട്രോ 2ാം ഘട്ടം, കൊച്ചി വാട്ടർ മെട്രോ, കൊച്ചി കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം, ബ്രഹ്മപുരം BPL പ്ലാന്റ്, കണ്ണൂർ വിമാനത്താവളം, ഗെയിൽ ഗ്യാസ് ലൈൻ പൈപ്പ് പദ്ധതി, ഇടമൺ വൈദ്യുത ഇടനാഴി, കുതിരാൻ തുരങ്കപാത, കേരള ബാങ്ക്, K-ഫോൺ, K-പേപ്പർ, താങ്കൾ നേരത്തെ പറഞ്ഞത്, AI ക്യാമറ, സ്മാർട്ട് സിറ്റി, കാസർഗോഡ് വ്യവസായ പാർക്ക്, ആലപ്പുഴ മെഗാ ഫുഡ് പാർക്ക്, ഇടുക്കി ITC പാർക്ക്, നെയ്യാർ എലിഫൻറ്റ് പാർക്ക്, ഡയാലിസിസ്, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ, ഡിജിറ്റൽ സയൻസ് പാർക്ക്, റബ്ബർ പാർക്ക് വെള്ളൂർ, 62 ലക്ഷം പേർക്ക് 2000 രൂപ പെൻഷൻ, ലൈഫ് വീടുകൾ 4,76,000, 4 ലക്ഷം പേർക്ക് പട്ടയം, 64,006 പേർക്ക് 6 പേരെ അതിദരിദ്ര മുക്തരാക്കി, ചെല്ലാനം കടൽ ഭിത്തി, ആലപ്പുഴ പുലിമുട്ടുകൾ, ഇങ്ങനെ 150 പാലങ്ങൾ, 20 ലക്ഷം വാട്ടർ കണക്ഷൻ, 60 റെയിൽ പാലങ്ങൾ, 550 പുതിയ വിദ്യാലയങ്ങൾ, 55,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, 14 മെഡിക്കൽ കോളേജുകളുടെ നവീകരണം. പറഞ്ഞാലും തീരുന്നില്ല ശ്രീ റോണി കെ ബേബി.